Starting on a new career choice can be intimidating at first. People are often confused what to choose as their life career. Taking your time and looking through our career and education section can make all the difference. If you are interested in learning about career development and new opportunities, Web India 123 is here to help you. ഏത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പും ബെസ്റ്റ് സെലക്ഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യം വേണ്ട ക്വാളിറ്റി എന്താ? അഭിനവ് ബിന്ദ്ര ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടി ഷൂട്ടിങ്ങിൽ. അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്ലസ് പോയിന്റുകളിൽ ഒന്നേതാ? എന്താ? പ്രാക്ടീസ്. ഓക്കെ, പ്രാക്ടീസ് ഉള്ളതാണല്ലോ നമ്മുടെ ഇന്ത്യൻ ടീം. പോയിട്ട് കണ്ടില്ലേ വന്നത്? പ്രാക്ടീസിന് ഇവിടെ ഒരു കുറവുമില്ല, പക്ഷെ വേറെ പല പല പ്രാക്ടീസുകളായി പോകുന്നു. സോ ദ ഫസ്റ്റ് തിങ് ഈസ് കോൺസെൻട്രേഷൻ. Concentration, that is mental power. If you have no mental strength, നിങ്ങൾ എങ്ങനെ ഈ കേരളത്തിൽ ജീവിക്കും? Another big question. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഞങ്ങളുടേത് മൈൻഡ് ആൻഡ് മെമ്മറി മാനേജ്മെന്റ്. എല്ലാവരും ഹൈലി അംബീഷ്യസ് ആണ്. ഹൈലി അംബീഷ്യസ് ആയിട്ടുള്ള കുട്ടി ഈ സൊസൈറ്റിയിൽ വിജയിക്കണമെങ്കിൽ, കേരളത്തിൽ വിജയിക്കണമെങ്കിൽ, ഇന്ത്യയിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് അറ്റ് പ്രസന്റിൽ കേരളത്തിന്റെ അവസ്ഥ ഒന്ന് കണ്ണോടിക്കാം. വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. കേരളം ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ്. വി ആർ ഇൻ ഫസ്റ്റ് പ്ലേസ്. ഏതിലാ? ലിറ്ററസിയിൽ, സാക്ഷരതയുടെ കാര്യത്തിൽ. നോ പ്രോബ്ലം. പക്ഷെ ആ സാക്ഷരത, ലിറ്ററസി അവിടെ വെച്ചുകൊണ്ട് തന്നെ അടുത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ന് കേരളം ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് ചാരായം കുടിക്കുന്നവരുടെ കാര്യത്തിൽ. സോ മദ്യപാന്മാരുടെ കാര്യത്തിൽ, ചാരായം കുടിക്കുന്നവരുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനം നിൽക്കുന്നു നമ്മുടെ ഈ സ്വന്തം കേരളം. അതിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഈ ഇരിക്കുന്ന, ഞാൻ നിങ്ങളുടെ മക്കളെന്ന് പറയുമ്പം ഇവിടെ ഇരിക്കുന്ന കുട്ടികളാണെന്ന് വിചാരിക്കരുത്. മൈ എയിം എന്ന് പറയുന്നത്, മൈ വിഷൻ ഈസ് കേരളം. കേരളം ഗോഡ്സ് ഓൺ കൺട്രി. അതിൽ മാക്സിമം നമുക്ക് കേരളത്തിനെ ഏറ്റവും നല്ല കുട്ടികളാക്കി മാറ്റുക. അതാണ് എൻ്റെ വിഷൻ. സോ നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, സാർ എൻ്റെ മുഖത്ത് പോയിക്കൊണ്ട് എപ്പോഴും നീ എന്ന് പറയുന്നു, നിങ്ങൾ എന്ന് പറയുന്നു. നോ, ആദ്യമേ മുൻകൂർ ജാമ്യം എടുക്കുക. അപ്പൊ കേരളം ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് മദ്യപിക്കുന്നവരുടെ കാര്യത്തിൽ. അതിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ മക്കളുടെ വരും. നിങ്ങളുടെ മക്കൾ എൻ്റെ വായിന്ന് ചിലപ്പോൾ വീണു പോകും, കാരണം ഐ ഹാവ് നോ ചിൽഡ്രൻ ആൻഡ് ഫാമിലി. നിങ്ങളുടെ മക്കൾ തന്നെയാണ് എൻ്റെ മക്കൾ. അതുകൊണ്ടാണ് ചാരിറ്റബിൾ ആയിട്ട് ഓടി നടന്ന് ഈ കാര്യങ്ങൾ എടുക്കുന്നത്. ഇറ്റ് ഇസ് ഫുൾ ഫ്രീ എന്ന് പറയാൻ കാരണം അത് തന്നെ. എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന അതേ വാത്സല്യത്തോടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം കാണിക്കേണ്ടി വരും. ഇന്നലത്തെ മലയാള മനോരമ പത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ നശിക്കേണ്ടവരാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ? ഇന്നലത്തെ മലയാള മനോരമ ആലപ്പുഴ ജില്ല, ആലപ്പുഴയിലെ ഏറ്റവും അറിയപ്പെടുന്ന പ്രശസ്തമായ സ്കൂളിൽ, ഏറ്റവും വലിയ വമ്പന്മാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്തു +1 പഠിക്കുന്ന കുട്ടികൾ. അതിലൊരുത്തൻ ഒറ്റ ഇരിപ്പിന് 6 പെഗ് വിദ്യാർത്ഥി എത്തിയത് മെഡിക്കൽ കോളേജ് ICU. ബാക്കി ഡീറ്റെയിൽസ് വായിക്കുന്നില്ല, സ്കൂൾ പറയുന്നില്ല, ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കൗൺസിലർ ആയതുകൊണ്ട് ഓൾ ദീസ് തിങ്സ് ഐ ഹാവ് ടു കളക്ട്. അതിന്റെ ഭാഗമായിട്ട് കാണിച്ചു എന്നുള്ളത്. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ മദ്യപാനത്തിൽ 1ാം സ്ഥാനത്തിലെത്തുന്നു? അല്ലെങ്കിൽ +1 നിങ്ങളുടെ മക്കളിൽ ചിലർ ഈ 6 പെഗ് ഒറ്റയടിക്കിരുന്ന് കുടിച്ചു തീർക്കുന്നു. ഇറ്റ് ഈസ് unable to control his mind. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് കുടിയന്മാരായി പോകുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ദി സെക്കൻഡ്, വീണ്ടും നമ്മൾ 1ാം സ്ഥാനത്താണ്. ശംഭു, പാൻപരാഗ് പോലെയുള്ള മയക്കുമരുന്നുകൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ചവയ്ക്കുന്ന കാര്യത്തിൽ ചുണ്ടിന്റെ നാക്കിന്റെ അടിയിൽ. അത് എറണാകുളം ഒട്ടും പുറകിലല്ല, ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ്. ദെൻ ദി തേർഡ്, മൂന്നാമത്, വീണ്ടും നമ്മൾ ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ. 4, വീണ്ടും നമ്മൾ ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ. നമ്മൾ ഒട്ടും പുറകിലല്ല. വീണ്ടും നമ്മൾ 1ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ വിവാഹബന്ധം വേർപെടുത്തുന്ന കാര്യത്തിൽ, ഡൈവേഴ്സിന്റെ കാര്യത്തിൽ. അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല, അഭിമാനപൂർവ്വം ഞാൻ പറയട്ടെ, എറണാകുളം ജില്ല. സോ മൈ ഇന്റൻഷൻ, മൈ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ഈ ഡൈവേഴ്സ്
കുറപ്പിക്കുക എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ മാക്സിമം വിഷയങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതുകൊണ്ട് കൂടെയാണ്. വെറുതെ കുറേ ഡിഗ്രി മാത്രം പറഞ്ഞു കൊടുക്കാൻ കാര്യമില്ല. കുട്ടി അത് പഠിക്കണമെങ്കിൽ ആദ്യം കുട്ടിയുടെ മനസ്സും ശരീരവും ഒരു പോയിന്റിൽ ഉണ്ടാവണം. ശരീരം വീട്ടിൽ ഉണ്ടാവണം, ആ വീട്ടിലുള്ള ശരീരത്തിനകത്ത് അയാളുടെ മൈൻഡ് ഉണ്ടാവണം. മൈൻഡ് ഇല്ലാത്ത ശരീരങ്ങളാണ് ഇന്ന് ക്ലാസ് റൂമുകളിൽ, കോളേജുകളിൽ. ഞാൻ ശങ്കര കോളേജിൽ അധ്യാപകനാണ്, കാണിച്ചു തരാം. ഇല്ലെങ്കിൽ മഹാരാജാസ് കോളേജിലേക്ക് ചെന്നാൽ മതി, സുഭാഷ് പാർക്കിൽ കാണാം മറ്റു പല പിള്ളേരെ. സോ നോയിങ്ലി ഓർ അൺനോയിങ്ലി മൈ ചിൽഡ്രൻ ആർ ചീറ്റിംഗ് ദെയർ പാരന്റ്സ്. സ്നേഹപൂർവ്വം പറയുന്നു, സത്യം പറയാൻ ശ്രമിക്കുന്നു. വേദഗ്രന്ഥങ്ങൾ പറയുന്നു സത്യം പറയാൻ. സോ വിശ്വസിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അവിശ്വാസി നീ നരകത്തിൽ പതിക്കും. അപ്പൊ നമ്മുടെ എയിം, നമ്മുടെ ലക്ഷ്യം കുട്ടി IAS ആക്കുക, IPS ആക്കുക, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആക്കുക, അഡ്മിനിസ്ട്രേറ്റർ ആക്കുക, IFS കാരനാക്കുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ആക്കുക, ഏറ്റവും നല്ല ഡിഗ്രി ഹോൾഡർ ആക്കുക. റൈറ്റ്. പക്ഷെ അതിന് വേണ്ടത് ഏറ്റവും നല്ല മൈൻഡും ഏറ്റവും നല്ല ശരീരവും. അപ്പൊ അതുകൊണ്ടാണ് ഈ പാക്കേജിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ മൈൻഡ് മാനേജ്മെന്റ് ആൻഡ് മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ പ്ലേസ് ചെയ്തു. ധൈര്യപൂർവ്വം നോ എന്ന് പറയാൻ കഴിയാത്ത കുട്ടിക്ക് ഇവിടെ വിജയിക്കാൻ പറ്റത്തില്ല. അപ്പൊ നോ എന്ന് പറയുമ്പോൾ എന്റെ കുട്ടികൾ പറയും, ചിലർ പറയും നോ ഞങ്ങൾ പറയാറുണ്ട്, പഠിയെന്ന് പറയുമ്പോൾ നോ എന്നല്ലേ പറയാ. ഇന്ന് രാത്രി 12 മണി വരെ നീ പഠിക്കണം എന്ന് പറയുമ്പോൾ നോ പപ്പ, ഐ ആം വെരി എന്താ പറയുക അല്ലെ, പല പല റീസൺസ് ആണ് നമ്മൾ പറയുക. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എനിവേ, ഇതിനകത്ത് ഇരിക്കുന്നതിൽ നിന്നും നല്ല സ്മാർട്ടായിട്ടുള്ള 2 ബോയ്സും 2 ഗേൾസും ഒന്ന് പെട്ടെന്ന് മുമ്പോട്ട് വന്നു. ഓക്കെ, ഇനി ഒരു ഗേൾ കൂടെ വേണം. 2 ബോയ്സ് 2 ഗേൾസ്, ഒരു ചെറിയ സൈസുള്ള കുട്ടി. ഒരു ചെറിയ സൈസുള്ള കുട്ടി, സ്മാർട്ട് കുട്ടികളൊന്നും ഇല്ല ഇതിനകത്ത്. ഒരു ഗേൾ കൂടെ വരണം, ഒരു ഗേൾ കൂടെ. ഓക്കെ, ഒരു ചെറിയ സൈസുള്ള കുട്ടി. പെട്ടെന്ന് കമാൺ ക്യുക്ക്, സമയമില്ല. വളരെ മിനിമം ടൈമിൽ മാക്സിമം ആണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, വരൂ വാ. എന്താണ് പേര്? വിശാൽ. വിശാൽ ഏത് സ്കൂളിൽ പഠിക്കുകയാണ്? വിശാൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th-ലാണ്. വിശാലിന്റെ വീട് എവിടെയാണ്? വിശാലിന്റെ ഫാദർ എന്ത് ചെയ്യുന്നു? വിശാലിന്റെ മദർ എന്ത് ചെയ്യുന്നു? വിശാലിന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? ഓക്കെ, സന്തോഷം. വിശാൽ പ്ലീസ് വരൂ. എന്താണ് മോന്റെ പേര്? ടോണി അലക്സിന്റെ വീട് എവിടെയാണ്? ടോണി അലക്സ് ഏത് സ്കൂളിൽ പഠിക്കുന്നു? ടോണി അലക്സ് ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 10. ടോണി അലക്സിന്റെ അംബീഷൻ എന്താണ്? ഓക്കെ, എന്താണ് മോന്റെ പേര്? കൃഷ്ണാനന്ദ്. കൃഷ്ണാനന്ദ് എവിടെ നിന്ന് വരുന്നു? തൃപ്പൂണിത്തുറ. കൃഷ്ണാനന്ദ് ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 12th. എന്താണ് കൃഷ്ണാനന്ദിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഓക്കെ, കൃഷ്ണാന്റെ ഫാദർ എന്ത് ചെയ്യുന്നു? എക്സൈസിലാണ്. ഓക്കെ, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്? കൃഷ്ണാനന്ദിന്റെ ബ്രദറാണ്. ഓക്കെ, എന്താ മോളുടെ പേര്? ആതിര എവിടെ നിന്ന് വരുന്നു? ആതിര ഏത് സ്കൂളിൽ പഠിക്കുന്നു? ആതിര ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ആതിരയുടെ ഫാദർ എന്ത് ചെയ്യുന്നു? ആതിരയുടെ മദർ എന്ത് ചെയ്യുന്നു? ഓക്കെ, താങ്ക് യു. എന്താ മോളുടെ പേര്? അർപ്പണ. അർപ്പണ മനോഭാവമുള്ള ആളാണോ? അർപ്പണ ആണോ? ഓക്കെ, അർപ്പണ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഓക്കെ, അർപ്പണ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അർപ്പണയുടെ ഫാദർ എന്ത് ചെയ്യുന്നു? അർപ്പണയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? സ്പീച്ച് പാത്തോളജിസ്റ്റ്. ഓക്കെ, പ്ലീസ്. ഈ 5 കുട്ടികളെയും നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, റൈറ്റ്? യെസ് ഓർ നോ? എന്തുകൊണ്ട്? എന്നാൽ നിങ്ങളെ ആരും അറിഞ്ഞില്ല. എന്തുകൊണ്ട് ഈ 5 പേരെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു? Come on, tell me. അവർ മുന്നോട്ട് വന്നതുകൊണ്ട്. എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളെ ആരും അറിഞ്ഞില്ല? അവർ മുന്നോട്ട് വരുന്നില്ല. ഈ ഇരിപ്പിൽ നിന്ന് എണീച്ചാൽ മാത്രമേ മക്കളെ നിങ്ങൾ 1ാം സ്ഥാനത്തെത്തൂ, നിങ്ങൾ ഫേമസ് ആവും. സോ എന്റെ ഫസ്റ്റ് സജഷൻ തന്നെ ഇതാണ്. നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കില്ല, നമ്മൾ പുറത്തോട്ട് പോയി കാര്യങ്ങൾ മനസ്സിലാക്കത്തില്ല, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യം കാണിക്കുന്നില്ല, നമ്മൾ ഈസി ഗോയിങ്ങിൽ എങ്ങനെയെങ്കിലും ജീവിതം തള്ളിവിടാനാണ് ശ്രമിക്കുന്നത്. ഇതാണ് നമ്മുടെ പരാജയത്തിന്റെ അടിത്തറ.
അല്ലാതെ കേരളത്തിൽ കഴിവുള്ള കുട്ടികൾ ഇല്ലാത്തതുകൊണ്ടല്ല. എസ്പെഷ്യലി എറണാകുളം ജില്ലയിൽ മിടുക്കർ തന്നെയുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ എറണാകുളം ജില്ലയിൽ ഓരോ വർഷവും 10 സിവിൽ സർവൻസ് ഉണ്ടാകുന്നില്ല, 10 ജഡ്ജികൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ 10 ടോപ്പ് മോസ്റ്റ് പ്രൊഫഷണൽസ് ഉണ്ടാകുന്നില്ല. എന്നാൽ ഡൈവേഴ്സിൽ 1-ാം സ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നു, ഗുണ്ടായുസത്തിൽ 1-ാം സ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നു, മദ്യപാനത്തിൽ 1-ാം സ്ഥാനത്ത് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സോഷ്യൽ ഈവിൾസിൽ നമ്മൾ 1-ാം സ്ഥാനത്ത് എത്തുന്നു. എന്നാൽ നല്ല കാര്യങ്ങളായ തമ്പുരാൻ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. എന്താ വേദഗ്രന്ഥങ്ങൾ പറയുന്നത്? നിന്നെ ഞാൻ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് തിന്നാനും കുടിക്കാനും പ്രജനനം നടത്താൻ, ദാറ്റ് മീൻസ് റീപ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി മാത്രമല്ല, മഹത്തരമായ കാര്യങ്ങൾ ചെയ്യാനും ഈ സൊസൈറ്റിക്ക്, ഈ സമൂഹത്തിന് വളരെ വലിയ സേവകനായി മാറാനും വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ തയ്യാറാവുന്നില്ല. ഇപ്പൊ ഇവിടെ നിങ്ങൾ പലരെയും പരിചയപ്പെട്ടു. അർപ്പണ, ഈ കുട്ടിയുടെ പേരെന്താണ്? ഉറച്ചു പറയൂ. അർപ്പണ. ഈ കുട്ടിയുടെ പേരെന്താണ്? വിശാൽ. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ആനന്ദ്. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ഉറച്ചു പറയൂ, ഉറച്ചു പറയൂ, കേൾക്കാൻ വയ്യ. ഇത് ഈ മോളുടെ പേരെന്താണ്? ആതിര. ആരാ പറഞ്ഞ നിങ്ങൾക്ക് മെമ്മറി പവർ ഇല്ലാന്ന്? ആരാ പറഞ്ഞ നിങ്ങൾക്ക് മെമ്മറി പവർ ഇല്ലാന്ന്? സോ ദിസ് മൈൻഡ് ആൻഡ് മെമ്മറി, മൈൻഡ് ആൻഡ് മെമ്മറി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ മെമ്മറി പവർ ഇവിടെ എങ്ങനെയാ മെമ്മറി പവർ വന്നത്? ഇറ്റ് ഈസ് ബൈ റെപ്പറ്റീഷൻ, പ്രാക്ടീസ്. ഞാൻ പലവരു ഈ കുട്ടിയുടെ പേര് എടുത്തു പറഞ്ഞു, പലവരു നിങ്ങളുടെ ചെവിയിലേക്ക് അത് കേട്ടു. മക്കളെ, വായിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സബ്ജക്റ്റിന്റെ 10% മാത്രമേ കയറൂ, അക്കോർഡിംഗ് ടു WHO ആൻഡ് NCERT. വായനയിലൂടെ ഒരു കുട്ടിയുടെ മെമ്മറിയിൽ കയറുന്നത് 10% നോളജ് ഓൺലി. ഞങ്ങളിവിടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത് ജപ്പാൻ ടെക്നോളജിയാണ്. ഫസ്റ്റ് ബിൽഡ് എ സ്ട്രോങ് ബേസ്മെന്റ് ഇൻ യുവർ മൈൻഡ്. അതിന്റെ മുകളിൽ വേണം ബിൽഡിംഗ് കെട്ടാൻ. എന്നാൽ നമ്മുടെ ബുദ്ധിയുണ്ടെന്ന് അഹങ്കരിക്കുന്ന കേരളത്തിലെ ഒരുപിടി രക്ഷകർത്താക്കളും കുട്ടികളും ബേസ്മെന്റ് എന്താണെന്ന് ഓർക്കാതെ അതിന്റെ മുകളിലാണ് ബിൽഡിംഗ് കെട്ടാനായിട്ട് ശ്രമിക്കുന്നത്. ഫസ്റ്റ് യു ബിൽഡ് എ സ്ട്രോങ് ബേസ്മെന്റ്. അതിന്റെ മുകളിൽ നിങ്ങൾ എത്ര നില വേണോ കെട്ടിക്കൊള്ളൂ. അതാണ് അമേരിക്ക തകർത്ത ജപ്പാൻ ഇന്ന് 1-ാം സ്ഥാനത്തായി നിൽക്കുന്നത്.